3 BHK. സോ തമിഴിൽ നിന്നുള്ള ക്വാളിറ്റി ഫീൽ ഗുഡ് പടങ്ങളുടെ ലിസ്റ്റിലോട്ടുള്ള പുതിയ എൻട്രിയാണ് 3 BHK. എനിക്ക് മനസ്സിലാവില്ല ഈ തമിഴ് ഇൻഡസ്ട്രിക്ക് മാത്രം എവിടുന്നാണ് ഇത്രയും കിടിലം ഫീൽ ഗുഡ് പടങ്ങൾ കിട്ടുന്നതെന്ന്. സോ ഒരു 1.5 ഇയേഴ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മെയ്യഴകൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ടൂറിസ്റ്റ് ഫാമിലി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, മദ്രാസ് മാറ്റിനി ആൻഡ് നൗ 3 BHK. സോ ഒരു വൺ സ്കെയിലിൽ അല്ലെങ്കിൽ വൺ ബഡ്ജറ്റിൽ പടം എടുക്കുന്നേക്കാളും ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ ഒരു ഫീൽ ഗുഡ് പടം എടുത്തിട്ട് ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുക എന്നുള്ളത്. കാരണം ആ ഒരു ഇമോഷണൽ കണക്ഷൻ അവിടെ കിട്ടിയില്ലെങ്കിൽ പടം കയ്യിൽ നിന്ന് പോയി. ആൻഡ് ഇവര് കാസ്റ്റ് ചെയ്തത് ഫുൾ പെർഫോമൻസിനാണ്. അത് അടുത്തൊരു പോസിറ്റീവ് ഫാക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. സോ ഒരു മിഡിൽ ക്ലാസ് ആൾക്കാരുടെ ലൈഫ് പറയുന്ന ഒരു സിനിമയാണ്, നമ്മുടെ ലൈഫാണ്. സോ നമ്മുടെ ലൈഫിനെ പറ്റി പറയാൻ റിവ്യൂവും കാര്യങ്ങളൊന്നും വേണ്ട. സോ വാച്ച് ഇറ്റ്, ഫീൽ ഇറ്റ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഒരുവിധം എല്ലാവരുടെയും, നമ്മുടെ പേരൻസിന്റെ ആയാലും നമ്മുടെ ആയാലും എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു വീട് വേണമെന്ന്. ചിലപ്പോൾ നമ്മുടെ പേരൻസിന് ആഗ്രഹം സാധിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, ചിലർക്ക് സാധിച്ചവരുണ്ടാവും, നമുക്ക് ചിലപ്പോൾ സാധിച്ചവരുണ്ടാവും, സാധിക്കാത്തവരുണ്ടാവും. ചിലപ്പോൾ ഫ്യൂച്ചർ ജനറേഷന്റെ ആഗ്രഹം അത് തന്നെയായിരിക്കും. സോ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ പേരൻസ് കുറെ സേവിങ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും. എന്തിനാണെന്ന് വെച്ചാൽ വീട് വെക്കണം, വലിയൊരു ആഗ്രഹമാണല്ലോ. സോ ചിലപ്പോ പിള്ളേരുടെ പഠിത്തത്തിനായിട്ട് ആ സേവിങ്സ് എടുക്കേണ്ടി വന്നാൽ കടം വാങ്ങിക്കേണ്ടി വന്നിട്ടുണ്ടാവും. അതേപോലെ അവരുടെ ഒരു ഐഡിയോളജി എങ്ങനെയാ വെച്ചാൽ ഗവൺമെന്റ് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിള്ളേർ തെണ്ടികളാവും, പ്രൈവറ്റ് സ്കൂളിൽ മാത്രം ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുള്ളൂ പറഞ്ഞിട്ട് കടം മേടിച്ചിട്ടാണെങ്കിലും ഈ സേവിങ്സ് എടുത്തിട്ടാണെങ്കിലും പ്രൈവറ്റ് സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുമ്പോൾ ഈ പയ്യൻ അല്ലെങ്കിൽ ഈ പിള്ളേർ കൊണ്ട് ചിലപ്പോൾ അവിടെ ഒരു മിസ്മാച്ച് ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അവിടെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തുണ്ടാവും, ഡെഫിനറ്റ്ലി മാർക്സ് പറയുന്ന സാധനം കമ്മിയാവും. സോ ഇതിന്റെ ഇടയിൽ എങ്ങനെയെങ്കിലും കുറച്ചും കൂടി പൈസ സേവ് ചെയ്ത് വെച്ചെന്ന് വെച്ചാൽ അപ്പോ ഒന്ന് ലൈഫ് നന്നായി പോവാന്ന് വെച്ചാൽ അവിടെ ഒരു ഹെൽത്ത് ക്രൈസിസ് പറയുന്ന സാധനം എന്തായാലും ഉണ്ടാവും, വീണ്ടും ബാക്ക് ടു സീറോ. അതിന്റെ ഇടയിൽ റിസൾട്ട് വരും, റിസൾട്ട് വന്നിട്ട് +2 മാർക്ക് കമ്മിയായിരിക്കും. കമ്മിയാവുന്ന സമയത്ത് എങ്ങും ഇല്ലാത്ത ഒരാൾ അന്ന് പ്രത്യക്ഷപ്പെടും. സോ ലൈഫ് ഈസ് ഓൾ അബൌട്ട് പ്രത്യക്ഷപ്പെടലാണല്ലോ. സംവെയർ സംഡേ സംവൺ എന്തായാലും നമ്മുടെ ലൈഫിലോട്ട് വരും. ഒരു ബന്ധമില്ലാത്ത ആള് ഇന്ന കോഴ്സ് എടുത്താൽ മതി, ഇന്ന കോഴ്സിനാണ് ഫ്യൂച്ചർ, ഇന്ന കോഴ്സ് എടുത്താൽ അതാവും, കളക്ടർ ആവാൻ പറ്റും എഞ്ചിനീയറിംഗ് എടുത്താൽ, ഡോക്ടർ ആവാൻ പറ്റും എഞ്ചിനീയറിംഗ് എടുത്താൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വെളിവും വിദ്യാഭ്യാസവും ഇല്ലാത്ത അലവലാദികൾ വന്ന് പറയും. അത് കേൾക്കും, നമ്മുടെ പാരന്റ്സ് കേൾക്കും. കാരണം പിള്ളേരുടെ ഭാവിയാണല്ലോ വലുത് പറഞ്ഞിട്ട് ഒരു താല്പര്യമില്ലാത്തൊരു കോഴ്സിന് കൊണ്ട് ചേർക്കും. ചിലവർക്ക് ഓപ്ഷൻ കിട്ടും, ഈ 2 കോഴ്സിൽ ഏതെങ്കിലും വേണമെങ്കിൽ എടുത്തോന്ന്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കിട്ടിയത് ട്രിപ്പിൾ എടുത്തിട്ടുണ്ട്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വേണമെങ്കിൽ പോയി പഠിച്ചോ എന്നുള്ളതാണ്. ചില പിള്ളേർ വീട്ടുകാർ കഷ്ടപ്പെട്ടിട്ടല്ലേ പഠിപ്പിക്കുന്ന വേണ്ടി എങ്ങനെയെങ്കിലും തപ്പിത്തടഞ്ഞ് എഞ്ചിനീയറിംഗ് പാസ്സാവും. ചിലവര് അവിടെയും അഡാപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടും, മിസ്മാച്ച് ആവും. അതേപോലെ തന്നെ ചിലപ്പോൾ ഡ്രോപ്പ് ഔട്ട് ആയിട്ട് പോകും. വൺസ് എങ്ങനെയെങ്കിലും ഈ കോഴ്സ് തട്ടിമുട്ടി ഒന്ന് പാസ്സായി അപ്പോഴേക്കും ചെറിയൊരു ജോലിക്ക് ചേർന്ന് അപ്പോഴേക്കും വരും കല്യാണം കഴിക്കും. എഗെയിൻ ലൈഫിൽ ആരെങ്കിലും വന്ന് പ്രത്യക്ഷപ്പെടും, കല്യാണം നടത്തി കഴിഞ്ഞാൽ അവൻ റെസ്പോൺസിബിൾ ആവും പറഞ്ഞിട്ട് ഈ അലവലാതി തന്നെ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവരും. ആൻഡ് ലൈഫ് അറ്റ് ദ എൻഡ് ഒരു സൈക്കോനെ കെട്ടേണ്ടി വരും. ഒരു 30-34 വയസ്സാകുമ്പോഴേക്കും ലൈഫ് അതോടുകൂടി തീരും. ഇത് തന്നെയാണ് ഒരുവിധ എല്ലാ മിഡിൽ ക്ലാസ് ആൾക്കാരും ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അതിൽ ഏറ്റവും കൂടുതൽ റോൾ ഉള്ളത് വല്ലവനുമാണ്. ഈ എഞ്ചിനീയറിംഗ് എടുത്തു കഴിഞ്ഞാൽ ലൈഫ് സെക്യൂർ ആവും, ഇന്ന കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ലൈഫ് സെക്യൂർ ആവും പറഞ്ഞിട്ട് അലവലാദികൾ ആദ്യം മാറ്റി നിർത്തിയാൽ തന്നെ പകുതി സമാധാനം പറയുന്ന സാധനം ലൈഫിൽ ഉണ്ടാവുന്നേ പറയാനുള്ളൂ. സോ ഇത് പറയുന്ന സാധനം സിനിമയുടെ പ്ലോട്ട് അല്ല, ഇതാണ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള എല്ലാവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യം. ആൻഡ് ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, കാസ്റ്റിംഗ് കിടുവായിരുന്നു. എനിക്ക് മനസ്സിലാവാത്തത് ഇത്ര കിടിലൻ കാസ്റ്റിംഗ് ഒക്കെ ചെയ്ത ഡയറക്ടറെ സമ്മതിക്കണം തന്നെ ഞാൻ പറയുള്ളൂ. കാരണം സിദ്ധാർത്ഥ് ഉണ്ട്, ശരത് കുമാർ ഉണ്ട്, പിന്നെ നമ്മുടെ ചൈത്ര ജെ അച്ചാർ, നമ്മുടെ സപ്തസാഗരടാച്ചല്ലോ സൈഡ് ബീല നായിക, പിന്നെ എന്താണ് മറ്റേ ഗുഡ് നൈറ്റ്, അതേപോലെ തന്നെ മുതൽ നീ മുടിവൻ നീ ആ ഫെയിം ആയിട്ടുള്ള ആ കൊച്ച്, പിന്നെ ദേവയാനി, അങ്ങനെ കിട്ടിയില്ല കാസ്റ്റാണ്. ഫസ്റ്റ് എടുത്ത് പറയേണ്ടത് ശരത് കുമാറിനെ പറ്റിയിട്ടാണ്. ശരത് കുമാർ ആരാണ്, ശരത് കുമാർ എന്താണെന്ന് അറിയണമെന്ന് വെച്ചാൽ പഴയ പടങ്ങൾ കാണണം. ഇപ്പോഴത്തെ പടങ്ങൾ നോക്കുകയെന്ന് വെച്ചാൽ അങ്ങേരെ പടങ്ങൾ പലരും സക്സസ് അല്ലെങ്കിലും അങ്ങേരെ റോള് കിടിലൻ തന്നെയാണ്. പിയടിക്ക് ഇങ്ങേരെ എന്താ സ്മൈൽ മാൻ പറഞ്ഞിട്ട് പടം ഇറങ്ങിയിരുന്നു, അങ്ങേര് കിടു തന്നെയായിരുന്നു. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അണ്ടർ റേറ്റഡ് ആണ്. ആളെ പറ്റിയിട്ടൊന്നും ആൾക്കാർ ആരും ഇപ്പൊ സംസാരിക്കുന്നില്ല. ഇതിൽ അങ്ങേര് കിടുവായിരുന്നു. എസ്പെഷ്യലി അങ്ങേര് നിസ്സഹായ അവസ്ഥയും അതേപോലെ തന്നെ ചില ഇമോഷണൽ സീൻസ് ഒക്കെ പെർഫോം ചെയ്തു. വൻ കിടു തന്നെയായിരുന്നു. സിദ്ധാർത്ഥ് ഡെഫിനറ്റ്ലി ഒരു പെർഫോമർ തന്നെയാണ്. നമ്മൾ സിദ്ധാർത്ഥിന്റെ ചില സ്റ്റേറ്റ്മെന്റ്സും അതേപോലെ സിദ്ധാർത്ഥ് ഇപ്പൊ അഭിനയിക്കുന്ന ചില പടങ്ങളും മോശമാണ് പറഞ്ഞിട്ട് സിദ്ധാർത്ഥിനെ നമ്മൾ വിലയിരുത്താനൊന്നും പറ്റില്ല. സിദ്ധാർത്ഥ് കിടു ആക്ടറാണ്. ഇനി സിദ്ധാർത്ഥ് ഉണ്ടെങ്കിൽ ഒരു ഗുണം എന്താ വെച്ചാൽ DAGing ഒന്നും കാശ് ചെലവാക്കണ്ട. സിദ്ധാർത്ഥ് മീശ പഠിച്ചാൽ സിദ്ധാർത്ഥ് 20s മീശ വെച്ച 20 to 30s ഉള്ളിലെത്തി, മീശയും താടിയും വെച്ച 30s മുകളിൽ പോയി. അടിപൊളിയായിട്ട് തന്നെ സിദ്ധാർത്ഥ് പെർഫോം ചെയ്ത്. ആൻഡ് ദിസ് ഈസ് ദ സിദ്ധാർത്ഥ് ആക്ച്വലി ഐ മിസ്ഡ്. പേഴ്സണലി ഞാൻ മിസ് ചെയ്ത സിദ്ധാർത്ഥ് ഇതാണ്. കിടിലൻ പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ ചൈത്ര ജെ അച്ചാറിനും അതേപോലെ തന്നെ ദേവയാനിക്കും വലിയ ഡയലോഗ്സും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ അവര് ഇമോഷൻസ് കൊണ്ടുള്ള കളിയാണ്. ഇപ്പൊ ചൈത്ര ജെ അച്ചാറിന്റെ ചെറിയൊരു സീൻ നോക്കിയാൽ ടെക്സ്റ്റൈല് ലെഹങ്ക എന്തോ എടുത്തു കൊടുക്കുന്ന സമയത്ത് ഒരു സീൻ ഉണ്ട് സിദ്ധാർത്ഥിനെ നോക്കുന്നത്, അതൊക്കെ കിടിലൻ തന്നെയായിരുന്നു. ആൻഡ് ഇവൻ ദേവയാനി വരെ ഇമോഷണൽ സീൻസ് നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. അവരെയൊന്നും ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ,
അവർക്കൊക്കെ ഇത് ജസ്റ്റ് കേക്ക് വാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മുടെ മുതൽ നീ മുതിവ് നീ ഗുഡ് നൈറ്റ് ആ സിനിമയിലെ നായിക അടിപൊളിയായിരുന്നു കേട്ടാ. ആളുടെ ചില ഡയലോഗ്സിൽ അച്ഛനടുത്ത് സംസാരിക്കുമ്പോൾ വരുന്ന മോഡുലേഷൻ വരെ കിടിലനായിരുന്നു. സോ ആളൊക്കെ ഒരു അടിപൊളി പെർഫോമർ ആണ്. സോ ആളുടെ സിനിമകൾ ഈ ഇടയ്ക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം ക്വാളിറ്റി പടങ്ങൾ തന്നെ ആയിരിക്കും. സോ എന്തായാലും എല്ലാവരും കണ്ടു നോക്കേണ്ട വളരെ നല്ലൊരു സിനിമ ആയിട്ട് എനിക്ക് തോന്നിയത്. ഇമോഷണൽ സീൻ പറയുമ്പോൾ ഈ പാസം കുത്തിക്കേറ്റലും കാര്യങ്ങളൊന്നും അല്ല, നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ടുവേർഡ്സ് എൻഡ് കുറച്ച് വലിപ്പിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 2-2.5 മണിക്കൂറുണ്ട് പടം. പക്ഷെ സ്റ്റിൽ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നടക്കുന്നതായതുകൊണ്ട് തന്നെ ഞാൻ പേഴ്സണലി കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പടമാണ്. സോ നിങ്ങൾ കണ്ട് തീരുമാനിക്കുക നല്ല സിനിമയാണ് അല്ലെന്ന്. ആമസോൺ പ്രൈമിൽ തമിഴ് തെലുങ്ക് ഭാഷകളിൽ അവൈലബിൾ ആണ്. അത് മാത്രമല്ല നമ്മുടെ ധ്യാൻ ശ്രീനിവാസന്റെ സൂപ്പർ സിന്ദഗി മനോരമ മാക്സിൽ അവൈലബിൾ ആണ്. തമിഴ് പറഞ്ഞിട്ട് സ്വാസിക അഭിനയിച്ച ഒരു തെലുങ്ക് സിനിമ റേറ്റഡ് പടമാണ്, നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. സിത്താരെ സമീൻ പർ നമ്മുടെ അമീർ ഖാന്റെ യൂട്യൂബിൽ 100 രൂപ കൊടുത്താൽ കാണാൻ പറ്റും. സോ പ്ലീസ് ട്രൈ ഇറ്റ് ഔട്ട്.